ഹമാസിനെ നിരായുധീകരിക്കാനും ഇസ്രയേൽ പ്രതിരോധ സേനയെ ഗാസയിൽ നിന്നും ഒഴിവാക്കാനും പദ്ധതിയുമായി ഫ്രാൻസ്. ഗാസയുടെ ഭരണം വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുക കൂടിയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. നീക്കത്തിൽ ഇസ്രയേൽ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. പാലസ്തീനെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ നടപടികളുമായി ആ രാജ്യം മുന്നോട്ടു പോകുന്നത്. ഗാസയിലെ ഇസ്രയേൽ സേനയെ പൂർണ്ണമായും ഒഴിവാക്കുകയും ഹമാസിനെ നിരായുധീകരിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം. ഇതേ തുടർന്നാണ് പുതിയ പദ്ധതിയുമായി ഫ്രാൻസ് മുന്നോട്ടു പോകുന്നത്. ഈജിപ്റ്റ്, ജോർദാൻ, സൗദി അറേബ്യ, ഖത്തർ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയും ഫ്രാൻസ് പ്രതീക്ഷിക്കുന്നു. ഗാസയുടെ നിയന്ത്രണം വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുക എന്നതാണ് മറ്റൊരു തന്ത്രപ്രധാന നിർദ്ദേശം. എന്നാൽ ഗാസയുടെ നിയന്ത്രണം പാലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുക അസാധ്യമെന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ നിലപാട് അറിയിച്ചിരുന്നു. സ്വതന്ത്ര സംവിധാനത്തെ ഗാസയുടെ ഭരണമേൽപ്പിക്കണമെന്നാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നിലപാട്. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, പോർട്ടുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വെസ്റ്റ് ബാങ്കിനെ ഗാസയുടെ നിയന്ത്രണം ഏൽപ്പിക്കുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമെന്നാണ് ഇസ്രയേലിൻ്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.